നോക്കുക, ഐഡന്റിഫൈ ദ കറക്റ്റ്ലി പങ്ക്ച്വേറ്റഡ് സെന്റൻസ്. ശരിയായ പങ്ക്ച്വേഷൻ മാർക്കുകൾ തന്നിരിക്കുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദ്യം. നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു ഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ചിന്റെ ചോദ്യ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. നോക്കുക, ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് സെഡ് ജോൺ. ജോൺ പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് ഡയറക്റ്റ് സ്പീച്ചാണ്. ഇവിടെ എല്ലാം ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്പീച്ചിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമയിലായിരിക്കണം വരേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാം ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ തന്നിട്ടുണ്ട്. ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ തന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഒരു കോമയും കൂടെ വേണം. അപ്പം അങ്ങനെ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ തന്നിട്ട് കോമ വന്നിരിക്കുന്ന ഏതൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഡബിൾ ഇൻവെർട്ടഡിന് ശേഷം കോമയില്ല. അപ്പോൾ ഇത് തെറ്റാണ്. എന്നാൽ ഇവിടെ കോമയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബി സി ഡി ഇതിനകത്ത് ഏതായിരിക്കും? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് റെയിനിങ് എന്ന. ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇറ്റ്സ് എന്നല്ല പറയേണ്ടത്, പകരം ഇറ്റ് കഴിഞ്ഞാൽ അപ്പോസ്ട്രോഫി എസ് വേണം. ഇറ്റ് ഈസ്. ഇവിടെ ഓക്കെ, ഇറ്റ്സിന് ശേഷം അപ്പോസ്ട്രോഫി, അതും തെറ്റാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായി വരിക. നോക്കുക, ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് കോമ സെഡ് ജോൺ. അപ്പോൾ അങ്ങനെ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത്, വിച്ച് വേർഡ് ബെസ്റ്റ് കംപ്ലീറ്റ്സ് ദിസ് സെന്റൻസ്. ഈ സെന്റൻസിനെ കംപ്ലീറ്റ് ആക്കുന്നത് ഏത് വാക്കായിരിക്കും? ഓക്കെ, ഹർ സ്പീച്ച് വാസ് ഡാഷ് വിത്ത് ഇമോഷൻ. ഉദ്ദേശിക്കുന്നത് അവളുടെ പ്രസംഗം എന്തുകൊണ്ട് നിറഞ്ഞിരുന്നു? ഇമോഷൻ. ഇമോഷണലായിരുന്നു അവളുടെ പ്രസംഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഫിൽഡ് എന്നൊരു വേർഡാണ് വരേണ്ടത്. ഹർ സ്പീച്ച് വാസ് ഫിൽഡ് വിത്ത് ഇമോഷൻ എന്നാണ് വരേണ്ടത്. ഇവിടെ നോക്കാം, ഫിൽഡ് എന്ന് പറയുന്ന വാക്കില്ല, പകരം ഫുൾഫിൽഡ് എന്നുണ്ട്. അപ്പോൾ അതിവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഫുൾഫിൽഡ് എന്ന് പറയുമ്പോൾ എന്താ, നിറവേറ്റപ്പെടുക അല്ലെങ്കിൽ സഫലീകരിക്കപ്പെടുക എന്നാണ് ഫുൾഫിൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിവിടെ പറയാൻ പറ്റത്തില്ല. ഇനി ഫിൽഡ് എന്ന് പറയുന്ന അതേ അർത്ഥം നൽകുന്ന വേറെ വാക്ക് ഏതായിരിക്കും? റിപ്ലേറ്റ് ആയിരിക്കും. റിപ്ലേറ്റ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.